അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ സൂറയായ സൂറത്തുൽ ലൈലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ലൈലിലെ 4 ആയത്തുകളുടെ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു മൊത്തത്തിൽ അതിൽ ആശയം? രാവും പകലും പോലെ, ആണും പെണ്ണും പോലെ മനുഷ്യരുടെ കർമ്മങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് അല്ലാഹു തആല നമ്മെ നോക്കിയിട്ട് പറയായിരുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് വ്യത്യസ്തമായത്? അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം തന്നെയാണ്. ഈ ലോകം പരീക്ഷണാലയമാണ്. അതിനുവേണ്ടി അള്ളാഹു കുറച്ച് സ്വാതന്ത്ര്യം നമുക്ക് തന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ചിലർ നന്മ ചെയ്യുന്നു, ചിലർ തിന്മ ചെയ്യുന്നു. ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു അതിന് ഉദാഹരണങ്ങൾ പറയാൻ പോവാണ്. നന്മ ചെയ്യുന്ന ആളുടെ 3 നന്മകൾ അള്ളാഹു താല ആദ്യം എടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് തിന്മ ചെയ്യുന്ന ആളെ കുറിച്ച് പറയും. നമുക്ക് 5-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. فأما من أعطى واتقى 5-ാമത്തെ ആയത്താണ്. അപ്പോൾ, അല്ലേ? അമ്മ എന്നാൽ എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അമ്മാമൻ എന്ന് തന്നെ പഠിച്ചാണ്. മൻ ആരോ ഒരാൾ, അമ്മാമൻ എന്നാൽ ആരോ ഒരാൾ എന്നാണ്. അമ്മാമൻ സഖുലത്ത് മവാസീനുഹു വ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു. ഓർക്കുന്നില്ലേ? അത് തന്നെയാണ്. അമ്മാമൻ എന്നാൽ ആര്. അഅ്താ നൽകി. എവിടെ പഠിച്ചത്? സൂറത്തുൽ കൗസറിൽ ഇന്ന അഅ്തൈനാക അവിടെ പഠിച്ചാണ്. ഏതാണ്ടൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. പഠിച്ചതൊന്നുകൂടി റീകലക്ട് ചെയ്യേണ്ട പണി തന്നെയുള്ളൂ. അഅ്താ യുഅ്തി നൽകി എന്നാണ് അർത്ഥം. അമ്മാമൻ അഅ്താ എന്നാൽ നൽകിയവനാരോ അവൻ. അതോടൊപ്പം ഇത്തഖ തഖ്വ പാലിച്ചു, സൂക്ഷ്മത ഭയഭക്തി വെച്ച് പുലർത്തി എന്നൊക്കെയാണ് ഇത്തഖ എന്ന വാക്കിൻ്റെ അർത്ഥം. മുത്തഖി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അതും പഠിച്ചാണ്. എവിടെ പഠിച്ചത്? സൂറത്തുൽ അലഖിൽ ഇഖ്റ ബിസ്മിൽ നമ്മൾ പഠിച്ചതല്ലേ? അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ എന്ന് പഠിച്ചിരുന്നു. അതേ തഖ്വ തന്നെയാണ്. ഫഅമ്മാമൻ അഅ്ത വത്തഖ. ഇവിടെ അതിൻ്റെ ക്രിയാരൂപമാണ് ഇത്തഖ, സൂക്ഷ്മത പാലിച്ചു എന്നാണ് അർത്ഥം. ഇപ്പം 2 ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞത്, അല്ലേ? ഫഅമ്മാമൻ അഅ്ത വത്തഖ, നൽകുകയും ഭയഭക്തി അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവൻ ആരോ അവൻ എന്നാണ്. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? നൽകുക എന്ന് പറഞ്ഞാൽ എന്താ നൽകേണ്ടത്? നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ സമ്പത്താണ് ഓർമ്മ വരിക. ഞാനൊന്നും കൊടുക്കേണ്ടതില്ല, എൻ്റെ കയ്യിൽ അതിന് മാത്രം ക്യാഷൊന്നും ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ക്യാഷ് അല്ലാത്ത പലതും ഇല്ലേ നമുക്ക് നൽകാൻ? ഇപ്പോൾ ഒരു പുഞ്ചിരി, അല്ലേ? ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു, അപ്പോൾ അയാളുടെ മനസ്സിന് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. അത് ശരിക്കൊരു ദാനമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല വാക്ക്, ഒരാൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അയാളെ ഒന്ന് സാന്ത്വനിപ്പിച്ച് തലോടി ആശ്വസിപ്പിക്കുക. സാരമില്ല കേട്ടോ, ഞാനുണ്ടാവും നിൻ്റെ കൂടെ എന്നൊരു വാക്ക് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും, അല്ലേ? അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, അയാൾക്ക് സന്തോഷമാവും. അതുപോലെ നമുക്ക് കായികമായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്തു കൊടുക്കാം. അതോടൊപ്പം സമ്പത്തും ചെലവഴിക്കാം. അമ്മാമൻ അഅ്ത, നൽകിയവനാരോ അവൻ. വത്തഖ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കും.
ഒരു വാക്ക് പറയുമ്പോൾ ഞാനിത് പറയാൻ പാടുണ്ടോ ഇല്ലേ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ ഇല്ലേ, എൻ്റെ ഫ്രണ്ടിന് അത് ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കോ, ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മൾ? അവിടെ നിന്നാണ് തഖ്വ തുടങ്ങുന്നത്. ഒരു വാക്ക് പറയുമ്പോൾ, വല്ലതും നോക്കുമ്പോൾ, സ്ക്രീനിൽ നോക്കുമ്പോൾ ഞാൻ നോക്കാൻ പാടുള്ളതാണോ പാടില്ലാത്തതാണോ? ഇപ്പോൾ വീട്ടിൽ വെച്ച് നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും, ഉമ്മ വരുന്നുണ്ടോ, വാപ്പ വരുന്നുണ്ടോ, അല്ലേ? എന്താ കാരണം? കാണാൻ പാടില്ലാത്തതാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി പിന്നെ ജാഗ്രതയിലാവുക, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതിനാൽ നല്ലത് മാത്രം സൂക്ഷ്മതയോടെ അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ ജീവിക്കലാണ് ഇത്തഖ. ഫഅമ്മാമൻ അഅതാ വത്തഖ. അള്ളാഹു നൽകിയതെന്തും പങ്കുവെക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവനാരോ അവൻ. പിന്നെന്താ അയാളുടെ ക്വാളിറ്റി? വസദ്ദഖ ബിൽ ഹുസ്ന. 6-ാമത്തെ ആയത്ത്. അതോടൊപ്പം സദ്ദഖ, അയാൾ സത്യപ്പെടുത്തി, ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. സദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യം പറയുക എന്നുള്ളതല്ല കേട്ടോ. സത്യം പറയൽ പലപ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും. അത് നല്ല കാര്യമാണ്, ഇത് നല്ലതാണെന്നൊക്കെ പറയാം. പക്ഷെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വന്തം ലൈഫിൽ ആ നല്ല കാര്യത്തെ പ്രാക്ടീസ് ചെയ്യലാണ് സത്യപ്പെടുത്തൽ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടാവില്ല. പക്ഷെ നമുക്ക് ബോധ്യമുണ്ട് ഞാൻ ചെയ്യുന്നത് സത്യമാണ്, അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കണം, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ സിദ്ദീഖ് എന്ന് വിളിച്ചില്ലേ? ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ്, അല്ലേ? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോയില്ലേ? മിഅ്റാജ് സംഭവം ഉണ്ടല്ലോ, ഇസ്രാ മിഅ്റാജ്. ഈ സംഭവം കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും കൂടി നബിയെ ഭ്രാന്തനാക്കി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഒറ്റൊരു ചോദ്യം ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ ഞാനതിനെ സത്യപ്പെടുത്തുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെയാണ് സിദ്ദീഖ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ആ നിലയ്ക്ക് സത്യത്തെ അംഗീകരിക്കലാണത്. വസദ്ദഖ ബിൽ ഹുസ്ന, ഹസൻ നല്ലത്. അഹ്സൻ എന്ന് പറഞ്ഞാലോ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് ഹസൻ, അഹ്സൻ. അതിൻ്റെ ഫീമെയിൽ വേർഷനാണ് ഹുസ്ന. ഹുസ്ന എന്ന് പെൺകുട്ടിക്ക് പേരിടൂലേ? അഹ്സൻ ആൺകുട്ടിക്ക് പേരിടും, ഹുസ്ന പെൺകുട്ടിക്കാണ് പേരിടുക. അപ്പോൾ ഹുസ്ന എന്ന് പറഞ്ഞാലും ഏറ്റവും നല്ലത് എന്നാണ്. അത് പെണ്ണിനോട് അഥവാ സ്ത്രീലിംഗ പദമായിട്ട് പ്രയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ കനവും ഗാംഭീര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുക. ഏതെങ്കിലും ഒന്നിനല്ല അത് കൊള്ളാട്ടോ എന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാനോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും നല്ലതല്ലേ നമുക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവണം. ചിലപ്പോൾ നമ്മൾ പറയാം എല്ലാവർക്കും ഇതാണ് ഇഷ്ടമെങ്കിൽ എനിക്കും ഇതാണ് ഇഷ്ടം, പക്ഷെ അത് ശരിയായിരിക്കില്ല, തെറ്റായിരിക്കും. അങ്ങനെയല്ല, ഇതാണ് സത്യം, അതുകൊണ്ട് ഞാൻ ഇതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഹുസ്ന, ഏറ്റവും നല്ലത്, ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും നല്ല ചിന്താഗതി, ഏറ്റവും നല്ല പ്രവൃത്തി മാത്രം, അതാണ് ഹുസ്ന. വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിന്, ഏറ്റവും പെർഫെക്റ്റ് ആയതിനെ മാത്രം സത്യപ്പെടുത്തുകയും ചെയ്താൽ എന്താകും? ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. അല്ലാഹു പറയാണ് അപ്പോൾ, അപ്പം തന്നെ, ഉടൻ. എന്ന് പറഞ്ഞാൽ ഉടൻ, സമീപഭാവിയിൽ എന്നാണ്. യസ്സറ യുയസ്സിറു, എളുപ്പമാക്കി. നുയസ്സിറു എന്ന് പറയുമ്പോൾ നാം എളുപ്പമാക്കുന്നു എന്നാണ്. ആര്? അള്ളാഹു എളുപ്പമാക്കും. നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളില്ലേ? ഇയ്യാക്ക നസ്തഈൻ നമ്മൾ പഠിച്ചാണ്, നഅ്ബുദു നമ്മൾ പഠിച്ചതാണ്. അവിടെയൊക്കെ നാം എന്നാണ് ഉദ്ദേശം. അതേപോലെയാണ് നുയസ്സിറു, നാം എളുപ്പമാക്കും, നാം അയാൾക്ക് ഏറ്റവും കംഫേർട്ടാക്കി കൊടുക്കും. ഫസനുയസ്സിറു ഹു, അവന് നാം എളുപ്പമാക്കി കൊടുക്കും. എന്തിനെ? ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമായത്. യുസർ എളുപ്പം എന്നാണ്. ഐസർ ഏറ്റവും എളുപ്പം, സൂപ്പർലേറ്റീവ് ആണ്. നേരത്തെ അഹ്സൻ പറഞ്ഞ പോലെ അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് യുസ്ര എന്നുള്ളത്. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമുള്ളതിനെ അയാൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നൽകുക, ഒരാൾ ചോദിക്കുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്വയം തന്നെ കൊടുക്കുക. അതേപോലെ പിന്നെ എന്താണ്? അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുക.
ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുക, ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ളതാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ഇതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാലില്ലേ നമുക്കത് ചെയ്യാൻ വല്ലാത്തൊരു ത്രില്ലായിരിക്കും, അല്ലേ? ഇപ്പോൾ നമസ്കാരം അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ സമയമായാൽ പിന്നെ അയാൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, ക്ലാസ്സിലിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെയെങ്കിലും അയാൾ നിസ്കരിച്ചിരിക്കും, എവിടെ വെച്ചെങ്കിലും നിസ്കരിക്കും, അല്ലേ? അപ്പോൾ അയാൾക്കത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. നമസ്കാരം പ്രാക്ടീസ് ചെയ്യാത്ത ആളാണെങ്കിലോ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമസ്കാരം. ഓരോ കാര്യവും അങ്ങനെയാണ്. നമ്മൾ എന്താണോ നല്ലതായിട്ട് മനസ്സിലാക്കുന്നത് അത് നമുക്ക് എളുപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അള്ളാഹു അത് നമുക്ക് എളുപ്പമാക്കി തരും എന്നാണ്. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാകും, നല്ലത് പറയാനും നല്ലത് ചെയ്യാനും ഒക്കെയുള്ള ആഗ്രഹം മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഒരു കാര്യം നല്ലതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറും. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ അള്ളാഹു താല മാറ്റിമറിച്ച് തരും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, അല്ലേ? അല്പം ടാസ്ക്കാണ്, പക്ഷേ എനിക്കത് ചെയ്യൽ ഭയങ്കര ത്രില്ലാണ് എന്ന് നമ്മൾ പറയില്ലേ? ആ രൂപത്തിൽ അള്ളാഹു താല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറുവശം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു താല പരസ്പരം നന്മകൾ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുവാനും അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കാനും ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.